കേരളത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിജയം തന്നെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മാത്രമല്ല UDFൻ്റെ വിജയവും. ഞാൻ 17-1-2 എന്നാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണെന്ന് പറഞ്ഞു, തിരുവനന്തപുരമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. UDFൻ്റെ മുന്നേറ്റം, കേരളത്തിൽ BJPയുടെ വിജയം, ഇത്രയും കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരം, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ മോദി ഗവൺമെൻറ് തിരിച്ചു വരും. കഷ്ടിച്ച് 310-320 നിൽക്കുന്ന ഒരു വിജയം, മുന്നണിയായാലും തനിച്ചായാലും, അത് പ്രതീക്ഷിച്ചിരുന്നു. അവിടെ തുടർഭരണവും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എക്സിറ്റ് പോളാണ് നമ്മളെ എക്സൈറ്റ് ചെയ്തത്. ഞങ്ങളാരും എക്സിറ്റ് പോളുകാരല്ല. എക്സൈറ്റ് ചെയ്യുന്ന രീതിയിൽ 350-400 ഒക്കെ പറഞ്ഞ് ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് എക്സിറ്റ് പോളുകാരാണ്. അപ്പോൾ അതുകൊണ്ട് പിഴച്ചത് എക്സിറ്റ് പോളുകാർക്കാണ്, അതിൻ്റെ ഏജൻസികൾക്കാണ് പോയത്. ഭരണ തുടർച്ച ഉണ്ടല്ലോ, ഭരണ തുടർച്ച ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞതുപോലെ അത്രയും ശക്തമായ ഒരു ഭരണമായിരിക്കില്ല, BJP ഭരണമായിരിക്കില്ല, കാരണം ഏകകക്ഷി മെജോറിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് മുന്നണി സഖ്യകക്ഷികളെ ആശ്രയിച്ച് ഭരിക്കേണ്ടി വരും. എന്നാലും തുടർഭരണമുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ 240-250 സീറ്റിനടുത്ത് BJPക്ക് തനിച്ച് കിട്ടിയാൽ അത് നല്ലൊരു ശക്തി ഉണ്ട്. പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ആരെങ്കിലും ഇവരെ അടർത്തിയെടുത്തി കൊണ്ടുപോകുന്നുള്ള ഭയമൊക്കെ ചർച്ചയിൽ വരും. മറിച്ച് സംഭവിക്കാം, മറിച്ച് രാഷ്ട്രീയത്തിൽ അങ്ങനെ അവസാന വാക്കൊന്നുമില്ല. എനിത്തിങ് ഈസ് പോസിബിൾ അല്ലേ, സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ അതുകൊണ്ട് മോദി ഗവൺമെൻറ് തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. എവിടെയാണ് അത്ഭുതം പിഴച്ചതല്ല, അത്ഭുതപ്പെടുത്തിയത്, എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഉത്തർപ്രദേശ്. അതാണ്. വേറെ ഒരു വെസ്റ്റ് ബംഗാൾ പോലും കിട്ടുന്നതെല്ലാം BJPയുടെ ബോണസാണ് കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷെ അവിടെയും താന്നുപോയി. അല്ല, വാരണാസി നരേന്ദ്രമോദി അതെ ഒരു സമയത്ത് പുറകിലോട്ട് പോയി. പിന്നെ മഹാരാഷ്ട്ര, ഇത് മൂന്നിലും BJPക്ക് ഉണ്ടായ തിരിച്ചടി. അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഭരണം കിട്ടുന്നത്. അത് ഭാഗ്യവശാൽ ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും തീർച്ചയായിട്ടും തെലങ്കാനയിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയോ മുന്നേറുകയോ ചെയ്തു. അതുകൊണ്ട് ഭരിക്കാൻ പറ്റി. ഉത്തർപ്രദേശിൽ സംഭവിച്ചെന്താണെന്ന് പറയാൻ പ്ലീസ്. ഉത്തർപ്രദേശിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാസ്റ്റ് സെൻസസിനെതിരെ BJP എടുത്ത ശക്തമായ നിലപാടിനെ പ്രതിപക്ഷ നിരയിൽ രാഹുൽ ഗാന്ധി മുതൽ സമാജ്വാദി പാർട്ടി നേതാക്കന്മാരും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് ജാതി സംവരണം BJP ഗവൺമെൻറ് തുടർന്നാൽ എടുത്തു കളയും എന്നുള്ളൊരു ഭയം സൃഷ്ടിച്ചു. അത് പ്രത്യേകിച്ച് OBC വിഭാഗക്കാരുടെ ഇടയിൽ വലിയ സംശയമുണ്ടാക്കി. അതാണ് നമ്പർ 1 റീസൺ എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരുടെ അടുത്തും അവിടുത്തെ എക്സ്പേർട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് ഈ പറയുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഈ ഒരു കാരണം നമ്പർ 1. രണ്ടാമത് മുസ്ലിം യാദവ് കൺസോളിഡേഷൻ. അത് ഇത്രയും കൺസോളിഡേറ്റ് ചെയ്ത് വിചാരിച്ചില്ല. അതിനു വേണ്ടിയാണ്, ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയാണ് സമാജ്വാദി പാർട്ടി വന്നതും കോൺഗ്രസിനെ ഉൾക്കൊള്ളിച്ചത്. ആ മുസ്ലിം യാദവ് MY അതിലൊരു 90% മുസ്ലിം കൺസോളിഡേഷനും 80% എങ്കിലും യാദവ് കൺസോളിഡേഷനും ഒരുമിച്ച് ഇന്ത്യ സഖ്യത്തിൽ വന്നു. ഇത് രണ്ടും വന്നപ്പോഴാണ് ഉത്തർപ്രദേശിൽ BJPയുടെ കണക്കുകളെല്ലാം തെറ്റി. അത് നിസ്സാരമല്ല. കാരണം മോദി ഘടകമുണ്ട്, യോഗി ഫാക്ടറുണ്ട്, രാമക്ഷേത്രമുണ്ട്. ഈ 3 പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെ കടപുഴക്കി ഇടാവുന്ന രീതിയിൽ ഉള്ളൊരു വലിയൊരു അത്ഭുതം. ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്ത, ദേശീയ വാർത്ത, UPയുടെ തിരിച്ചടിയാണ്. അത് മാത്രമല്ല, INDA അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം നന്നായിട്ട് അവർ കേന്ദ്രീകരിച്ചു. പക്ഷേ ആർക്കും ആ അടിയൊഴുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം മോദിയുടെയും യോഗിയുടെയും എല്ലാ മീറ്റിങ്ങുകൾക്കും നല്ല ആൾക്കാരുണ്ടായിരുന്നു, മറുവശത്തും ഉണ്ടായിരുന്നു. പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ പഴയതുപോലത്തെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് വാരണാസി മുതൽ അയോധ്യ വരെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും. പക്ഷേ ഇത് ഒരു വലിയൊരു മാറ്റത്തിന് വഴിതെളിയിച്ചു ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഇന്ത്യയുടെ കവാടമാണ്, ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും കവാടമാണ്, പ്രധാനമന്ത്രിമാരെ സൃഷ്ടിക്കുന്ന കവാടമാണ്. അവർ ഇന്ദ്രപ്രസ്ഥം പിടിക്കും എന്നുള്ള പഴയ തിയറിയാണ്. അത് ജനസംഖ്യാപരമായും ചരിത്രപരമായും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടർച്ച നോക്കിയാലും ഉത്തർപ്രദേശിന് വലിയൊരു സാധ്യതയുണ്ട്. മാത്രമല്ല അവിടെ നിന്നാണ് ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം വന്നത്. നമുക്കറിയാം, അയോധ്യയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായത് അവിടെയാണ്. യൂണിഫോം സിവിൽ കോഡിനെ സ്വാധീനിക്കുന്ന ഷാബാനു കേസിൻ്റെ പ്രശ്നം ഉണ്ടായത്. ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾക്ക് ഉത്തർപ്രദേശ് അടിത്തറ നൽകിയതാണ്. അതുകൊണ്ട് ഉത്തർപ്രദേശ് പിടിക്കുന്നവർ രാജ്യം പിടിക്കും. പക്ഷേ ഉത്തർപ്രദേശ് ഇതാണ് ഒരു സ്പ്ലിറ്റ് വെർഡിക്റ്റാണ്. BJP 68-70 സീറ്റ് പ്രതീക്ഷിച്ചെടുത്ത് ഇപ്പോൾ 38-ലോ വന്ന് നിൽക്കുകയാണ്. ആ നിലയ്ക്ക് അതാണ് BJPയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചത്.
മറുവശത്ത് സൗത്ത് ഇന്ത്യയിൽ BJPക്ക് സീറ്റുകൾ നേടാനും അലയൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഒഡീഷയിൽ നടത്തിയ അത്ഭുത എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റവും ബീഹാറിൽ നഷ്ടം വരാത്തത്, ബീഹാറും പിടിച്ചത്, ഈ 3 കർണാടകത്തിലും വലിയ കർണാടകയിൽ അതെ കർണാടകയും കൂടെ തീർച്ചയായിട്ടും കാരണം ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള ഒരു തിരിച്ചടി ഉണ്ടായില്ല. അപ്പോൾ 20 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലെങ്കിൽ 18 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ BJPക്ക് വലിയ നേട്ടമാണ്. തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അവിടെ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാടും കേരളവും ഇപ്പോഴും BJP വിരുദ്ധരായിട്ട് നിൽക്കുമ്പോഴും BJP കേരളത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുകയും ഒരു സീറ്റ് ആദ്യമായി താമര വിടരുന്ന ഒരു സാഹചര്യം. പണ്ട് 2004 PC തോമസ് ജയിച്ചപ്പോൾ അന്ന് നാട്ടുകാർ പറഞ്ഞത് ആമ്പൽപ്പൂവാണ്, താമരപ്പൂവല്ല. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു താമരപ്പൂ വിടർന്നു. അതെ അതെ, അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ താമരപ്പൂ വിടർന്നു. അത് ഈ ട്രെൻഡ് തൃശ്ശൂർ തീർച്ചയായിട്ടും അത്ഭുതമൊന്നുമില്ല. കാരണം ഞാനത് കെയർഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിലെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും ചർച്ച ചെയ്തും ബാക്കിയൊക്കെ. അപ്പോൾ എല്ലാ പോസിബിലിറ്റീസ് നോക്കിയപ്പോൾ നല്ലൊരു മനോഹരമായൊരു ട്രയാങ്കുലർ ഫൈറ്റ് അവിടെ വന്നു. ആ ട്രയാങ്കുലർ ഫൈറ്റും സുരേഷ് ഗോപിയെ സഹായിച്ചു. മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ക്രൈസ്തവ വോട്ടുകൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 5 വർഷം അതിൽ നന്നായിട്ട് പ്രവർത്തിച്ചതാണ്. ഈ രാജ്യസഭാ മെമ്പറായിരിക്കുമ്പോൾ തൃശ്ശൂർ നന്നായിട്ട് നോക്കി, പിന്നെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധ ചലിപ്പിച്ചു. ഇങ്ങനെ തുടങ്ങി അവിടെ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത മേഖലയില്ല. അതിനോടൊപ്പം പ്രധാനമന്ത്രി 3 പ്രാവശ്യം തൃശ്ശൂർക്ക് വന്നു. വനിതകളെ പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സെമിനാർ മീറ്റിംഗ് അവിടെ നിന്നാണ് ശരിക്കും പ്രചരണം തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ ആ നിലയ്ക്ക് അപ്പോൾ ഒരു കൺവിൻസിങ് വിക്ടറിയാണ് സുരേഷ് ഗോപി. ട്രയാങ്കുലർ ഫൈറ്റ് ആണെങ്കിലും ഒരു 15,000-20,000 വോട്ടിന് അങ്ങേയറ്റം സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് ഞാൻ കരുതിയത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വർഗ വർണ്ണങ്ങൾക്ക് അതീതമായിട്ട് വളരെ ഇംപ്രസീവ് വിക്ടറി. ആരെയാണ് കൂടുതലായിട്ട് കാല് വാരിയിരിക്കുന്നത്? എന്തേ, മുരളീധരനെയാണോ, മുരളീധരനെയാണോ അല്ലെങ്കിൽ സുനിൽകുമാറിനെയാണോ? തിരിച്ചടി മുരളീധരൻ. കോൺഗ്രസിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. മുരളീധരൻ്റെ വോട്ടുകൾ ഗണ്യമായിട്ട് സുരേഷ് ഗോപിക്ക് വന്നു. അത് രാഷ്ട്രീയമായിരിക്കില്ല, വ്യക്തിപരമായിരിക്കാം. മാത്രമല്ല തൃശ്ശൂരിന് ഈ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചില ദുശ്ശകുനങ്ങൾ കണ്ടു. ഒന്ന്, പ്രതാപനെ മാറ്റി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതാപനെ മാറ്റി. പകരം ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ ആലോചിച്ച് പെട്ടെന്നൊരു വലിയ നീക്കം പോലെ മുരളിയെ കൊണ്ടുവന്നു. മുരളി വടകര ജയിക്കുന്നൊരു സീറ്റാണ്. മുരളി എന്നാലും ജയിക്കും. ഇത്രയും മെജോറിറ്റി കിട്ടുമെന്നുള്ള സംശയം വടകര മുരളിക്ക് കിട്ടുന്നൊരു സീറ്റാണ്. പക്ഷേ മുരളി എവിടെ നിന്നാലും കേരളത്തിൽ ജയിക്കുന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. അതല്ല എന്ന് നേരത്തെ തെളിഞ്ഞതാണ്. നമുക്കറിയാവുന്ന അദ്ദേഹം തോറ്റൊരു 3-4 മണ്ഡലങ്ങൾ പോലും നമുക്ക് ഇപ്പോഴും പറയാനുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ എവിടെയും നിർത്തി ജയിപ്പിക്കാവുന്ന ഒരാളൊന്നും അല്ല എന്ന് തെളിയിച്ചു. അങ്ങനെ സ്ഥാനാർത്ഥികൾ മണ്ഡലം മാറി പോകുന്ന പ്രവണത ഇനിയെങ്കിലും മാറ്റണം.